ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖാണല്ലോ. അപ്പൊ ഇന്ന് വന്നത് സിമ്പിൾ ആയിട്ടൊരു ലഞ്ച് ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ആണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയത്താ നമ്മളിത് അവിടെ സിറ്റൗട്ടിൽ വന്നിരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഇതാ കുട്ടികൾക്ക് സ്കൂൾക്കുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം രാവിലത്തെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ മക്കളെ സ്കൂൾക്ക് പറഞ്ഞേക്കുക എന്നുള്ളതാണല്ലേ. അപ്പോൾ നമ്മൾ വലിയ 2 കുട്ടികളൊക്കെ സ്കൂൾ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ മിഷുവിനെ ഒന്ന് സ്കൂൾ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഒന്ന് മിഷുവിന് സ്നാക്കായിട്ട് കൊടുത്തേക്കുന്നത് മാങ്ങയാണ് കേട്ടോ. അങ്ങനെ മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് പീസാക്കിയിട്ട് ഈ ഒരു പാത്രത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് എനിക്ക് ചോറിന് കൂട്ടാൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് പൊട്ടാറ്റോ ഉണ്ട്. അപ്പോൾ എനിക്ക് പൊട്ടാറ്റോ പൊരിച്ചത് മതി എന്ന് പറഞ്ഞിട്ട്, മുട്ടയൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ കുറച്ചധികം പൊട്ടാറ്റോ ഒക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ എനിക്കുള്ള ചോറൊക്കെ പാത്രത്തിലാക്കിയിട്ട് കൊടുക്കുകയാണേ. അപ്പോൾ നമ്മൾ വീട്ടമ്മമാരെ എപ്പോഴും മക്കൾ എന്താണ് പറയുന്നത് അതാണല്ലേ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം വിഷുത പൊട്ടാറ്റോ മതി എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അങ്ങനെ നമ്മളിതാ പൊട്ടാറ്റോ ആണ് കൂട്ടാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മക്കൾക്ക് വീട്ടിലായാലും ഇനി സ്കൂൾക്കായാലും ഒക്കെ പൊട്ടാറ്റോ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മിഷീന് നമ്മളിതാ കുറച്ചധികം തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ തന്നെയാണല്ലോ, പൊട്ടാറ്റോ പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ മുതിർന്ന ആൾക്കാർക്ക് ഇതൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ മക്കൾക്ക് ഇത് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എല്ലാ വീട്ടിലെ മക്കളും ഇങ്ങനെയൊക്കെ തന്നെ ആവൂലേ. അങ്ങനെ മിഷീനുള്ള ചോറൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ മിഷുവിൻ്റെ സ്കൂൾക്ക് ഇങ്ങനെ ചോറ് കൊടുത്തേക്കുന്ന സമയത്ത് ഇങ്ങനെ പൊതിഞ്ഞിട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ നിർബന്ധമായിട്ട് ഇങ്ങനെ കൊടുത്തേക്കണം എന്ന് പറയട്ടെ ടീച്ചർ. ഇത് വിരിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചോറൊക്കെ നമ്മളിതാ പൊതിഞ്ഞ് ഇങ്ങനെ കെട്ടിയിട്ട് അങ്ങനെ കൊടുത്തേക്കുന്നുണ്ട്. അങ്ങനെ ബാഗിൽ ബുക്കൊക്കെ ആക്കി വെച്ച് പിന്നെ നമ്മൾ ബാഗൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാഗൊക്കെ ഒന്ന് അലക്കാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോൾ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ടേ നമ്മളിപ്പോൾ അലക്കാനൊന്നും നിൽക്കലില്ല കേട്ടോ. അപ്പോൾ ഒന്ന് തുടച്ചൊന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മെഷീനൊക്കെ കുളിപ്പിച്ച് റെഡി ആക്കിയത് നമ്മളിതാ ഒന്ന് സ്കൂൾക്ക് ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതാ വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട് പോവാൻ നിൽക്കുകയാണേ. അങ്ങനെ വാതിലൊക്കെ അടിച്ചതാ ഞാൻ മിഷു അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ വീട് ഇതാട്ടോ. അപ്പം നമ്മൾ വീട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. അപ്പോൾ ഇതാ ചെറിയൊരു വീടാണേ. അങ്ങനെ വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട് നമ്മളിതാ അവിടെ നമ്മുടെ അടുത്തുള്ള വീട്ടിൽ അങ്ങനെ വണ്ടി കാത്ത് നിൽക്കാട്ടോ. അപ്പം അങ്ങനെ മിഷുവിന് ഞാനിതാ ഈ ഒരു വീടിൻ്റെ സിറ്റൗട്ടിൽ അങ്ങനെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വണ്ടി കാത്തിട്ട് ഇരിക്കുകയാണേ. അങ്ങനെ മിഷുവിനൊക്കെ വണ്ടിയൊക്കെ കയറ്റി വിട്ടു. പിന്നെ നമ്മൾ കുറച്ച് തിരുമ്പാളതൊക്കെ തിരുമ്പി പിന്നെ നമ്മൾ കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഇങ്ങനെ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത്. അപ്പം നമ്മൾ രാവിലെ തന്നെ ചോറ് വൈകുന്നേരത്തിനുള്ളതും കൂടെ വെക്കലില്ല കേട്ടോ. അപ്പം നമ്മൾ രാവിലെ കുറച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ. സ്കൂൾക്ക് കൊണ്ടാവുള്ളത് മാത്രം വെച്ചിട്ടുള്ളൂ. അത് റൈസ് കുക്കറിൽ വെച്ചതാട്ടോ. പിന്നെ ഉച്ചക്കും പിന്നെ വൈകുന്നേരത്തിനും കൂടിയിട്ട് ചോറ് അടുപ്പത്താണ് വെക്കുന്നത്. അപ്പോൾ ഞാനിതാ തീയൊന്ന് പിടിപ്പിച്ചെടുക്കുകയാണേ. അപ്പോൾ എനിക്ക് വിറകടുപ്പിൽ കുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വലിയ അർജൻറ്റും തിരക്കൊക്കെ കാണുന്ന സമയത്താണ് ഞാൻ ഗ്യാസും കറണ്ടടുപ്പൊക്കെ ഉപയോഗിക്കൽ. അപ്പോൾ നമുക്ക് വിറകടുപ്പിൽ കുക്ക് ചെയ്യണത് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വിറകടുപ്പിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ക്ഷമയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ഷമ ഉണ്ടെങ്കിലുള്ളൂ ഈ വിറകടുപ്പിലെ കുക്കിംഗ് നടക്കുക, പ്രത്യേകിച്ച് ഈ ഒരു മഴയുള്ള സമയത്തൊക്കെ.
അങ്ങനെ നമ്മൾ അടുപ്പൊക്കെ നല്ലപോലെ തന്നെ കത്തിപ്പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഓലക്കൊടി വെച്ചിട്ട് പിന്നെ അതുമ്പോൾ ചെകിരി വെച്ചിട്ട് അങ്ങനെ ഉണ്ടോ തീ പിടിപ്പിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ അടുപ്പൊക്കെ റെഡിയാക്കി പിന്നെ ഞാനിതാ മീനിതാ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ നമുക്കൊന്ന് കിട്ടിയിട്ടുള്ള മീനിതാ ചെമ്പല്ലി എന്ന് പറയുന്ന മീനാട്ടോ. അപ്പോൾ ഞാനിതൊന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഞാനിത് നമ്മൾ മീനിൻ്റെ കവറൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പഞ്ചായത്തിൽ കൊടുക്കുകയാണെങ്കിലും സ്മെല്ലുണ്ടാവില്ല. അപ്പോൾ ഞാനിതാ ഇതിങ്ങനെ കഴുകിയിട്ടാണ് ഇടൽ. അങ്ങനെ മീൻ അങ്ങനെ ഐസ് പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിന്ന് ഉച്ചക്ക് കറി ഉണ്ടാക്കുന്നത് പപ്പായും പരിപ്പും വെച്ചിട്ടുള്ള കറി കേട്ടോ. അപ്പോൾ അതാ പപ്പായൊക്കെ കഴുകിയിട്ട് ഇതാ ചട്ടിയിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ അടുക്കളയിൽ നിൽക്കുമ്പോൾ തന്നെ കുക്കിംഗ് പെട്ടെന്ന് കഴിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ചോറിനരിയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. പക്ഷേ വെള്ളമൊക്കെ ചൂടാകുമ്പോഴത്തേന് ഇതൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കറിക്കുള്ളതൊക്കെ റെഡിയാക്കി വെക്കുകയാണേ. പിന്നെ ഞാനിതാ കുറച്ച് പരിപ്പും കൂടി കഴുകിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരിപ്പ് ഇതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ വേവായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പരിപ്പ് വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഇതാ പരിപ്പ് കഴുകിയിട്ട് അങ്ങനെ ഇതാ പപ്പായൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കറിക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കറിക്കുള്ളതൊക്കെ റെഡി ആക്കിയിട്ടോ. പിന്നെ ഇത് വെള്ളം ചൂടായപ്പോൾ ഞാനിത് അതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണേ. പിന്നെ ഞാനിതാ വേഗം തന്നെ മീനൊക്കെ കഴുകി എടുത്തിട്ടുണ്ടായി കേട്ടോ. പിന്നെ ഞാനിതാ മീനൊന്ന് മസാല തേച്ച് വെക്കുകയാണ്. അപ്പോൾ ഇതാ കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാനിതാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ വലിയ ജീരകം പൊടിച്ചത്, പിന്നെ ഉപ്പും പിന്നെ കുറച്ച് വിനീഗർ ഒഴിച്ചിട്ടാട്ടോ മസാല തേച്ച് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് കിട്ടിയിട്ടുള്ള മീൻ അടിപൊളി ടേസ്റ്റുള്ള മീനാണ് കേട്ടോ. അപ്പോൾ ചെമ്പല്ലി എന്ന് പറയുന്ന മീനാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടമുള്ളൊരു മീനാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളിത് നല്ല ചൊടിയിൽ തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല പോലെ തന്നെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ മീൻ കുറച്ച് സമയം മസാല തേച്ച് വെച്ചതിന് ശേഷം പിന്നെ ഞാനിതാ വേഗം തന്നെ ഇതാ പപ്പടം പൊരിച്ചെടുക്കുകയാണ്. പിന്നെ നമ്മൾ ഈ പപ്പടം പൊരിച്ച എണ്ണയിൽ തന്നെ കേട്ടോ പിന്നെ മീനും പൊരിച്ചെടുക്കുന്നത്.
അങ്ങനെ പപ്പടമൊക്കെ പൊരിച്ചെടുത്തു കേട്ടോ. പിന്നെ ഇതാ നമ്മളിത് ഈ എണ്ണയിൽ തന്നെ മീനും പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളെ ചൂട് ചോറിനൊപ്പം ഒരു പപ്പടം പൊരിച്ചതും മീൻ പൊരിച്ചതും ഉണ്ടാകുമ്പോൾ ഒരു വേറൊരു ലെവലല്ലേ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഇതാ മീൻ ഇതാ ചട്ടിക്ക് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മീൻ ഈ ഒരു ചട്ടിയിൽ പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മീനൊക്കെ മറിച്ചിട്ട് കൊടുത്തതാണ്. നമ്മളിത് ആ മീൻ അങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ മീൻ പൊരിച്ചെടുക്കലൂടെ കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ പിന്നെ നമ്മളെ ചോറൊക്കെ പെട്ടെന്ന് തന്നെ വേവായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ചോറ് ഊറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കറി ഇത് അവിടെ അടുപ്പത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ പപ്പായും പരിപ്പൊക്കെ പെട്ടെന്ന് തന്നെ വേവായിട്ടുണ്ടായി കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് അരപ്പൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണേ. അപ്പോൾ ഇതാ തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറിയുള്ളി, ഒരു 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ കുറച്ച് വലിയ ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചില സമയത്ത് ചെറിയ ജീരകം എടുക്കും, ചില സമയത്ത് വലിയ ജീരകം എടുക്കും കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വലിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ തേങ്ങ കരച്ചിട്ട് അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ചെറിയൊരു പുളിയും തന്നെ വെള്ളത്തിലിട്ടിട്ട് അതും അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കറി ഞാൻ പിന്നെ കുറേ ഒന്നും തിളപ്പിച്ചെടുത്തിട്ടില്ല കേട്ടോ. ചെറിയൊരു തള വന്നപ്പോൾ തന്നെ കറി അങ്ങനെ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതാ കറി ഒന്ന് പെട്ടെന്ന് തന്നെ വറവിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കടുകും കറിവേപ്പിലിട്ടിട്ടാണ് കറി ഒന്ന് വറവിട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കയ്യിൽ ഉണക്കമുളകൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ കടുകും കറിവേപ്പിലിട്ടിട്ട് അങ്ങനെ കറി ഒന്ന് വറവിട്ടെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പപ്പായും പരിപ്പും വെച്ചിട്ടുള്ള നല്ല അടിപൊളി കറി കേട്ടോ. ചെറിയൊരു പുളി ഇട്ടിട്ടുള്ളൊരു കറിയാണ്. അങ്ങനെ കറിയൊക്കെ റെഡിയായി. പിന്നെ നമ്മൾ ബാക്കി എല്ലാ പണിയും കഴിഞ്ഞ് പിന്നെ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണേ. അതിന് മുമ്പ് ഇതാ ഞാൻ ഇവിടെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തുടച്ചെടുത്തത് തന്നെയാണ്, എന്നാലും ഒന്നുകൂടെ ഒന്ന് തുടച്ചെടുക്കുകയാണേ. അങ്ങനെ നമ്മളെ ചോറും കറിയൊക്കെ അത് അവിടെ വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പപ്പായും പരിപ്പ് കറിയും പിന്നെ മീൻ പൊരിച്ചതും പപ്പടം കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയ മമ്പയറിൻ്റെ ഒരു കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതും തന്നെ കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ പപ്പടം, പിന്നെ നമ്മളെ മീനും, പിന്നെ കുറച്ച് അച്ചാറും എടുത്തിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണേ. അങ്ങനെ നമ്മളങ്ങനെ ഫുഡ് കഴിച്ചു. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.